ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വാലന്റൈൻസ് ഡേ വിഷസ്. ഇന്നിപ്പോൾ പ്രണയ ദിവസമായിട്ട് നമുക്ക് നല്ലൊരു കഥ കേൾക്കാം. സ്പെഷ്യൽ ഡേ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ പലർക്കും ചെയ്യാനുണ്ടാവും. പുറത്തൊക്കെ പോകണം, കുറേ നേരം സംസാരിച്ചിരിക്കണം. സംസാരപ്രിയരൊക്കെ ഒരുപാടുണ്ടെന്നറിയാം. ഇതിനിടയ്ക്കാണ് നീ വീഡിയോയും കൊണ്ട് വന്നിരിക്കുന്നത് എന്നല്ലേ? സംസാരമൊക്കെ കഴിഞ്ഞ് മതി. നല്ല ഫീലോടെ കണ്ടിരിക്കാൻ പറ്റിയ, ഒരേ സമയം ഇമോഷണലി നമുക്കൊരു പ്രത്യേക ഫീല് തരാൻ പറ്റുന്നതും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളതുമായ മനോഹരമായൊരു കഥ, അതും ഒരു റിയൽ സ്റ്റോറി. ഈ സിനിമയുടെ പ്രൊഡ്യൂസറിന്റെ അച്ഛന്റെയും അമ്മയുടെയും ലൈഫിൽ സംഭവിച്ച വലിയൊരു ദുരന്തവും ആ ദുരന്തത്തെ അവരെങ്ങനെ അതിജീവിച്ചു എന്നുള്ള വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കഥ. നമ്മുടെ ആരുടെയും ലൈഫ് 100% സെക്യൂർ ഒന്നുമല്ല. നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട പോലെ ഒരു പണി കിട്ടുന്നതൊക്കെ സ്വാഭാവികമാണ്. ചിലരതിൽ വീണുപോകും, എന്നാൽ ചിലർ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് ജീവിക്കും. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് ജീവിക്കാനുള്ള ധൈര്യം കാണിക്കും, മനസ്സ് കാണിക്കും. പിൽക്കാലത്ത് അങ്ങനെയുള്ള കഥകൾ ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യും. അത്തരത്തിലുള്ള വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കഥ. 50കളിലാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. ഈ സുന്ദരനായ ചെറുപ്പക്കാരനാണ് നമ്മുടെ കഥാനായകൻ റോബിൻ. യങ് ഏജ്, ഈ ഒരു പ്രായത്തിലെ ആ അഡ്വഞ്ചർ മൈൻഡോടെ പല പല കാര്യങ്ങൾ ചെയ്ത് ക്രിക്കറ്റൊക്കെ കളിച്ച് അങ്ങനെ നടക്കുക. അങ്ങനെ ഒരു ദിവസം ക്രിക്കറ്റ് കളിക്കാൻ ചെന്നപ്പോഴാണ് അവിടെ അവൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ സുന്ദരിയായ ആ പെൺകുട്ടിയെ അവൻ കാണുന്നത്, ഡയാന. ആദ്യ കാഴ്ചയിൽ തന്നെ റോബിൻ അവളെ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഇംപ്രസ് ചെയ്യണമല്ലോ, അടിച്ചു ഒരു 1.5 സിക്സ്. അത് കണ്ട് അവളും വീണു. അവൾക്കും ആദ്യ കാഴ്ചയിൽ തന്നെ റോബിനോട് ആ ഒരു ക്രഷ് ഫീൽ തോന്നി. മെയ്ഡ് ഫോർ ഈച്ച് അതർ. രണ്ടാളും മുന്നോട്ട് ഒരുമിച്ച് ജീവിക്കാം, വിവാഹം ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചു. ഡയാനയ്ക്ക് 2 ചേട്ടന്മാരാണ്. ഇവളുടെ ഈ ഇഷ്ടം അറിഞ്ഞപ്പോൾ രണ്ടുപേരും ഇത് എതിർക്കുന്നുണ്ട്. ഏത്, ആ കളിച്ച് നടക്കുന്ന റോബിനോ? അവന് സ്വന്തമായിട്ട് വീടുണ്ടോ, പണമുണ്ടോ? മോളെ ഡയാന, നീ എങ്ങാണ് അവനെ കെട്ടിയ നിന്റെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ഒന്നും നടക്കില്ല. ചേട്ടന്മാരുടെ അഭിപ്രായം ഇങ്ങനെയാണെങ്കിലും ഡയാനയ്ക്ക് റോബിനെ അത്രമേൽ ഇഷ്ടമാണ്. അവന്റെ കൂടെയാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇവള് ഹാപ്പി ആയിരിക്കും. പൈസ നോക്കി പ്രണയം തിരഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ. ആവശ്യത്തിന് പണം ഡയാനയ്ക്കുണ്ട്. റോബിന്റെ കൂടെയാണെങ്കിൽ താൻ ഹാപ്പി ആയിരിക്കും എന്നും ഇവൾക്ക് ഉറപ്പാണ്. അവൾ തീരുമാനിച്ചുറപ്പിച്ചു. അവളുടെ ഇഷ്ടം സമ്മതിച്ചു കൊടുക്കുക, അതാണ് മാന്യത. ചേട്ടന്മാര് മാന്യന്മാരായതുകൊണ്ട് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ദെൻ നമ്മുടെ റോബിനും ഡയാനയും ഒരു കെന്യ ട്രിപ്പ് പോകുന്നുണ്ട്. റോബിൻ ഇങ്ങനെ ഒരാളാണല്ലോ, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും, പല പല അഡ്വഞ്ചർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, ട്രക്കിങ്ങിനൊക്കെ പോകും. ഇപ്പോൾ ചക്കിക്കൊത്ത് ചങ്കരൻ എന്ന് പറയുന്ന പോലെ ഡയാനയും കൂടെ കിട്ടി. അവന്റെ കൂടെ യാത്ര ചെയ്യുന്നതൊക്കെ വളരെ രസകരമാണ്. റോബിന്റെ കൂടെ ഡയാന മാത്രമല്ല, അവന്റെ മറ്റ് സുഹൃത്തുക്കളും ഉണ്ട്. ആ യാത്രയിൽ ഡോൺ എന്ന റോബിന്റെ സുഹൃത്ത് കോം ഐലൻഡിൽ സംഭവിച്ച മാവോ റിബലിയനിൽ സംഭവിച്ച ഒരു ചെറിയ ഇവന്റ് പറയുന്നുണ്ട്. മനുഷ്യ മനസ്സ് എത്രമാത്രം ശക്തമാണെന്ന് പറഞ്ഞു വരികയാണ് ആള്. അതായത് മാവോ റിബലിയന്റെ ഭാഗമായിട്ട് 60ഓളം ആളുകളെ പിടിച്ച് ജയിലിലാക്കി, പ്രിസണിലാക്കി. അവരെ പുറത്തുവിടാൻ അധികാരികൾ തയ്യാറായില്ല. അന്ന് മാവോ ലീഡർ പറഞ്ഞു, അവരെ അങ്ങനെ ഇട്ട് നരകിപ്പിക്കാതെ അവർക്കെല്ലാം മരിക്കാനുള്ള പെർമിഷൻ ഞാൻ കൊടുക്കുന്നു എന്ന്. തൊട്ടടുത്ത ദിവസം അധികാരികളൊക്കെ കാണുന്നത് അവർ പിടിച്ചു വെച്ചിരുന്ന 60 തടവുകാരും മരിച്ചു കിടക്കുന്നതായിട്ടാണ്. ഈ കഥയിലൂടെ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിന്റെ ശക്തിയാണത്രേ. ജസ്റ്റ് അവരുടെ ലീഡറിന്റെ വാക്ക് കേട്ട് അവരെല്ലാം മരിക്കാൻ തീരുമാനിച്ചു. ശേഷം അടുത്ത ദിവസം നമ്മുടെ ഡയാന റോബിൻ ഒരുപാട് സന്തോഷമാവുന്ന ഒരു കാര്യം അവനോട് പറയുന്നുണ്ട്. അതായത് അവള് പ്രഗ്നന്റ് ആണെന്ന്. ഇത് പറയുമ്പോൾ റോബിൻ ഇതിനൊക്കെ പ്രിപ്പയർഡ് ആയിരുന്നു എന്നൊരു സംശയം അവൾക്കുണ്ടായിരുന്നു. അവനാവട്ടെ തന്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ദിവസമാണിന്ന്, ഈ കേട്ടതാണ് തന്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. തങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ദിവസങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇരുവർക്കുമിടയിൽ മൂന്നാമതൊരാൾ വരുന്നു. അവരുടെ ഫാമിലിയിലെ ആ ഒരു സ്പെഷ്യൽ പേഴ്സൺ വരാൻ പോകുന്നു എന്നുള്ളത് ഏതൊരാളെ പോലെയും അവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇരുവർക്കും ലൈഫ് ഇത്ര സിമ്പിൾ ആയിരുന്നു എന്ന് തോന്നി തുടങ്ങുന്ന ഒരു മൊമെന്റ് ആണ് ഇതെന്ന് പറയാം. രണ്ടാളും ഹാപ്പിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് ഇടങ്ങളിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. ടെൻഷൻസ് ഒന്നുമില്ല, ഫ്രീ ആണ്. 9 to 5 ജോലിയൊക്കെ ചെയ്ത് അതിന്റെ പ്രഷർ എടുത്ത് തലയെ വെച്ച് അങ്ങനെ നടക്കുന്നവരല്ലല്ലോ ഇവര്. ജീവിതത്തിന്റെ സന്തോഷം എന്ന സൈഡിലൂടെ ഇങ്ങനെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കോയിൻ ഫ്ലിപ്പായി. ലൈഫിൽ സന്തോഷം എന്ന ഒരു ഭാഗം പോലെ ദുഃഖം എന്ന ഒരു ഭാഗവുമുണ്ട്. വളരെ സന്തോഷത്തിലായിരുന്ന റോബിനും ഡയാനയും പതിയെ പതിയെ ലൈഫിന്റെ അടുത്ത സ്റ്റേജിലേക്ക് വീണു പോകുമായിരുന്നു. അത്രയും നാളും ഭയങ്കര എനർജിയിൽ നല്ല ആക്റ്റീവായിട്ട് തുള്ളി ചാടി ചാടി നിന്നോണ്ടിരുന്ന നമ്മുടെ റോബിൻ വീണുപോയി. ആൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ശരീരമാകെ തളർന്നു പോയ പോലെ. ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ബേസിക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. ദെൻ നമ്മുടെ ഹീറോയിൻ അവനെ കാണാൻ ചെല്ലുമ്പോൾ റോബിന്റെ കഴുത്തിൽ ഹോളിട്ട് അതിലൂടെ എയർ പമ്പ് ചെയ്യുവാണ്. അവന് ശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അത്രയും നാൾ ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിരുന്ന ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അവൻ എന്താണ് സംഭവിച്ചത് എന്നതിന് ഇനിയും ക്ലാരിറ്റി വന്നിട്ടില്ല. നമ്മുടെ ഹീറോയിനോട് അവർ പറഞ്ഞിട്ടില്ല. ഡയാനയാണെങ്കിലോ ബഹുഭൂരിപക്ഷം ആളുകളും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചെയ്യുന്ന പോലെ കരഞ്ഞ് നിലവിളിച്ചൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതെ മെച്യൂറായിട്ട് റോബിന്റെ അടുത്ത് ചെന്ന് അവനെ തലോടി കിസ് ചെയ്ത് അവനെ ആശ്വസിപ്പിച്ചു. ഒന്നുമില്ല, ഞാനുണ്ട് കൂടെ. ഈ 2 വാക്ക് മതിയെന്നേ. സംടൈംസ് ഒരുമാതിരി ഓവർ ഡ്രമാറ്റിക്കായി വയ്യാണ്ട് കിടക്കുന്ന ആളുകളെ പോലും വിഷമിപ്പിക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഒരു നല്ല 2 വാക്ക് പറഞ്ഞാൽ മതിയെന്നേ. റോബിൻ ഇപ്പോൾ വാ തുറന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്തൊക്കെയോ ചുണ്ടിങ്ങനെ എനിക്ക് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് ഡോക്ടേഴ്സ് മാറി മാറി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും പറ്റിയില്ല. എന്നാൽ ഒരു 10 സെക്കൻഡ് തികച്ചെടുത്തില്ല എന്താണ് റോബിൻ ചോദിക്കുന്നതെന്ന് ഡയാനയ്ക്ക് മനസ്സിലാക്കാൻ. വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ആൾക്ക് ഞം ബർഗർ ചുണ്ടനങ്ങിയപ്പോൾ തന്നെ അവൾക്ക് കാര്യം പിടികിട്ടി. ദെൻ ഡോക്ടേഴ്സ് എന്താണ് യഥാർത്ഥത്തിൽ റോബിന് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുവാണ്. അവന് പോളിയോ ആണ്. 1950s അല്ലേ, വാക്സിൻ ഒന്നുമില്ല, ശരീരമാകെ തളർന്ന് കിടപ്പിലാകും, ഇനി
ഒരിക്കലും പഴയ പോലെ ആവില്ല. ഇതേ അവസ്ഥയിൽ എത്ര കാലം ജീവനോടുണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ കൂടി ജീവനോടെ ഉണ്ടാവും. റോബിന്റെ നോർമൽ ലൈഫ് അവസാനിച്ചു. ഇനി മരിക്കുന്നതുവരെ ഇങ്ങനെയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കേണ്ടി വരും. ഇനി എന്ത് എന്നുള്ള ചോദ്യം നമ്മുടെ ഡയാനയോടാണ്. കഴുത്തിന് താഴേക്ക് തളർന്നു കിടക്കുന്ന റോബിനെയും നോക്കി ജീവിതകാലം മുഴുവൻ അങ്ങനെ വേസ്റ്റ് ചെയ്യണോ? അവൾ പ്രഗ്നന്റ് ആണ്, കുഞ്ഞ് ജനിക്കുന്നതേ ഉള്ളൂ, എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ജീവിതകാലം മുഴുവൻ റോബിന്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നു എന്നായിരുന്നു അവളുടെ മറുപടി. അധികം താമസിയാതെ കുഞ്ഞ് ജനിച്ചു. ആൺകൊച്ചാണ്. റോബിൻ ഇപ്പോഴും സംസാരിക്കാറായിട്ടില്ല. ഡയാന കൊച്ചിന് ജോനത്തൻ എന്ന് പേര് വെച്ചു. കൊച്ചിനെ റോബിന്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോൾ ആൾക്ക് ഒരേ സമയം സന്തോഷവും സങ്കടവും ആവുന്നുണ്ട്. കൊച്ചിന്റെ പേര് പോലും ഒന്ന് പ്രോപ്പറായിട്ട് വിളിക്കാൻ പറ്റാതെ, കുഞ്ഞിനെ മുഴുവനായിട്ട് കഴുത്തനക്കി ഒന്ന് നോക്കി കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായി പോയല്ലോ. അതിനൊക്കെ ശേഷം നമ്മുടെ ഹീറോയെ ഇംഗ്ലണ്ടിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. സ്ഥിരമായി നമ്മുടെ ഡയാന അവിടെ ചെന്ന് അദ്ദേഹത്തെ മീറ്റ് ചെയ്യും. ലൈഫ് ഇനിയിപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് പുതിയ നോർമൽ എന്ന് മനസ്സിലാക്കി അതിനോട് അഡ്ജസ്റ്റ് ആയി ജീവിച്ച് അങ്ങനെ വരുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ ഹീറോയിനെ കാണണ്ടായെന്ന് ഡോക്ടർ ത്രൂ അവളെ അറിയിച്ചു. ഒരുപാട് നാളായിട്ട് അവൻ ഇങ്ങനെ ഈ അവസ്ഥയിൽ കിടക്കുകയല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്നുള്ള സിറ്റുവേഷൻ ആയിട്ടുണ്ട്. തൻ്റെ ലൈഫിന്റെ നല്ലൊരു ശതമാനവും വളരെ ഹാപ്പി ആയിട്ട് വളരെ അഡ്വഞ്ചറസ് ആയിട്ട് ജീവിച്ച ഒരു വ്യക്തിക്ക് ഇനി അങ്ങോട്ട് ഒറ്റപ്പെട്ട് ഹോസ്പിറ്റൽ ബെഡിൽ മരിക്കുന്നതുവരെ കിടക്കേണ്ടി വരുമെന്നായപ്പോൾ തൻ്റെ ജീവിതം കൊണ്ട് ഇനി ആർക്കും ഒരു ഗുണവുമില്ല. താൻ കാരണം തൻ്റെ ഭാര്യ ഡയാനയ്ക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം തൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ച ഡയാനയ്ക്കെങ്കിലും നല്ലൊരു ലൈഫ് കിട്ടും. തങ്ങളുടെ മകൻ ജോനത്തിനെയും കൊണ്ട് അവൾ മറ്റാരുടെയെങ്കിലും കൂടെയോ എങ്ങനെയെങ്കിലോ ഹാപ്പിയായി ജീവിക്കും എന്ന് കരുതുകയാണ്. തൻ്റെ തീരുമാനം ഇങ്ങനെയാണ് എന്ന് ഡയാനയുടെ ബ്രദേഴ്സിനെ നമ്മുടെ ഹീറോ അറിയിച്ചപ്പോൾ ഇവർക്കും ഒത്തിരി അങ്ങ് വിഷമമാവുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തങ്ങളുടെ സഹോദരിയുടെ അവസ്ഥയൊക്കെ കാണുന്ന ഇവർ രണ്ടുപേരും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അവൾക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ല. റോബിൻ ഇപ്പോഴും ജീവനോടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരി ഇവന് വേണ്ടി ഇങ്ങനെ ജീവിച്ചു വരുന്നത്. ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് അവസാനിച്ച് റോബിൻ മരിച്ച് തങ്ങളുടെ സഹോദരിക്ക് എത്രയും വേഗം ഒരു പുതിയ ജീവിതം കിട്ടിയിരുന്നെങ്കിൽ ഇവർ പോലും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പൊ റോബിന്റെ സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ, അവന് സംസാരിക്കാൻ പറ്റുന്ന പോലെയൊക്കെ അവൻ ഇങ്ങനെയാണ് തന്റെ ആഗ്രഹങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഡയാനയുടെ സഹോദരന്മാർക്കും അത് സഹിക്കാൻ പറ്റിയില്ല. എത്രമാത്രം അവന് വിഷമിക്കുന്നുണ്ടാവും, എത്രമാത്രം വേദനിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. മനസ്സ് കല്ലാക്കി അവനെടുത്ത ഈ തീരുമാനം ഡയാനയെ അറിയിച്ചപ്പോൾ അവളാവട്ടെ ഇവനെ വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ല. എന്തൊക്കെ സംഭവിച്ചാലും റോബിന്റെ കൂടെ തനിക്കൊരു ജീവിതമുള്ളൂ. അവനെ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല. ചെയ്യാവുന്ന ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യാം. എത്രയും കാലം പറ്റുന്നോ അത്രയും കാലം അവന്റെ ജീവൻ പിടിച്ചു നിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ട്രീറ്റ്മെന്റിലുണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പുള്ളിക്കാരി അത്രയേറെ സന്തോഷത്തോടെയാണ് റോബിനെ അറിയിക്കുന്നത്. ഇത്രയും നാൾ ആഹാരം കഴിക്കുന്നതിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ തടസ്സങ്ങളൊക്കെ മാറി വരുന്നു, സ്വാലോ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈവൻ ദോ അതൊരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഇവള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇതൊക്കെ റോബിനോട് പറയും. അങ്ങനെ ദിവസങ്ങൾ പോകുന്നു. ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുന്ന പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രീസ്റ്റ് വരും. അദ്ദേഹം പറയാൻ പോകുന്നത് എന്താണെന്ന് ഓൾറെഡി അറിയാലോ. പുള്ളിക്കാരൻ റോബിന്റെ അടുത്ത് നിന്ന് ഇതെല്ലാം ദൈവത്തിന്റെ വലിയ പ്ലാനിന്റെ ഭാഗമാണ്, എന്താണ് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ദൈവത്തിന്റെ കഴിവുകളെ പറ്റി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തലച്ചോറ് ഊരി ഫ്രീസറിൽ വെച്ചിട്ട് പിന്നീട് എടുത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവ്, പഠിക്കാണ്ട് പോയി പരീക്ഷ എഴുതിയാലും പരീക്ഷയ്ക്ക് വിജയിപ്പിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ദൈവത്തിന്റെ പ്രത്യേക തരത്തിലുള്ള കഴിവുകളാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ റോബിൻ പ്രീസ്റ്റിനോട് അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് അങ്ങേരുടെ മുഖത്ത് തുപ്പി വിട്ടു. ഒരു മുടിനാര് പോലും അനക്കാൻ പറ്റാത്ത അവസ്ഥയെ കിടക്കുമ്പോഴാണ് ഇമാതിരി പ്രഭാഷണം. ആർക്കാലും ദേഷ്യം വരത്തില്ലേ? തുപ്പി വെച്ചത് ആഞ്ഞ് തുടച്ചിട്ട് വിട്ടോ, ഇതും ദൈവത്തിന്റെ പ്ലാൻ ആണെന്ന് കരുതിയാൽ മതി. ഇത് കണ്ട് റോബിൻ കിടക്കുന്നതിന്റെ തൊട്ടടുത്ത ബെഡിൽ ഇവനെ പോലെ തളർന്നു കിടക്കുന്ന ഒരു പേഷ്യന്റ്, അപ്പൊ നീ വിശ്വാസി അല്ലല്ലേ? വിശ്വാസിയോ? ദൈവം എന്നൊരു തമാശയാണ്, ഒരു ജോക്കാണ്. നോ അല്ല, ദൈവം ഒരു തമാശയല്ല, ദൈവം ഒരു ജോക്കറാണ്, ഒരു കോമാളിയാണ് എന്ന് അങ്ങേര്. റോബിനാവട്ടെ ഇവിടെ ഹോസ്പിറ്റലിൽ ഇതേ അവസ്ഥയിൽ കിടക്കുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഒരുമാതിരി ജയിലിൽ കിടക്കുന്ന അവസ്ഥയാണ് ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും. താമസിയാതെ നീ ഇതിനോട് യൂസ്ഡ് ആയിക്കോളും. ഞാൻ എത്രയോ നാളായിട്ട് ഇവിടെയാണ്, ഇതാണ് നമ്മുടെയൊക്കെ വിധി. ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല, ഇവിടെ ഇങ്ങനെ കിടന്ന് മരിക്കും. ഇനി ഈ ബെഡ് പറ്റത്തില്ലെന്നാണ്, നിന്റെ കഴുത്ത് മാത്രം അനക്കാൻ പറ്റുന്ന രീതിയിൽ തല മാത്രം പുറത്തോട്ട് തള്ളി നിൽക്കുന്ന കേസുകളുണ്ട്. പണം ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇങ്ങനെ കിടക്കുക എന്നല്ലാതെ നമുക്കൊക്കെ എന്തോന്ന് ലൈഫ്. റോബിൻ അവന്റെ ഈ വിഷമങ്ങളൊക്കെ ഡയാനയോടും പറഞ്ഞ് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കാൻ അനുവദിക്കുക, അത് മാത്രമാണ് ഇവൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോഴും ഒരു തരി പോലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. റോബിനെ അങ്ങനെ അങ്ങ് നഷ്ടപ്പെടുത്തി കളയില്ലാന്ന്. കരുണക്കൊലയെ പറ്റി ചിന്തിക്കൊന്നും വേണ്ട. ഇവന് സമ്മതമല്ല എന്നുണ്ടെങ്കിൽ ഇവനിങ്ങനെ ഹോസ്പിറ്റലിൽ ഇടുന്നില്ല, വീട്ടിലേക്ക് മാറ്റാമെന്ന് പറയാണ്. അതിന്റെ പോസിബിലിറ്റിയെ പറ്റി ഡോക്ടറോട് സംസാരിച്ചപ്പോഴോ ഒട്ടും സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കുറച്ച് നിമിഷങ്ങൾ റോബിന്റെ കഴുത്തിൽ കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പ് ഊരി മാറ്റിയാൽ തന്നെ അദ്ദേഹം മരിക്കും. അദ്ദേഹത്തെ വീട്ടിലോട്ട് മാറ്റുന്നത് അത്രത്തോളം റിസ്ക് ആണ്. എന്തെങ്കിലും ഒരു ചെറിയൊരു വേരിയേഷൻ, ഒരു പവർ ഫ്ലക്ച്വേഷൻ ഉണ്ടായാൽ പോലും അദ്ദേഹം മരണപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാണ്. എന്നാൽ ഹീറോയിൻ ഇമ്പോർട്ടന്റ് റോബിന്റെ കാര്യമാണ്. അവൻ ആഗ്രഹിക്കുന്ന പോലെ അവനെ എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് മാറ്റാൻ സാധിക്കണം. വീട്ടിൽ തന്നെ ഒരു വെന്റിലേറ്റർ സെറ്റപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ. അതിനുവേണ്ടി അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ പറ്റിയ ഒരു വീട് കണ്ടെത്തുന്നുണ്ട്. ഈ പ്രായമായ മനുഷ്യന്റെ വീടാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്ന വീടാണ്, അതാണ് ഇതാണെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിന് ആവശ്യത്തിന് പണം കൊടുക്കാമെന്ന് പറഞ്ഞു. റിയലി? പൈസ തരുമോ? എന്നാൽ എന്റെ ഭാര്യനെ എപ്പോഴേ ഞാൻ മറന്നു, വീട് നീ എടുത്തോ. ഓക്കെ റൈറ്റ്. വീട് സെറ്റ് ചെയ്തു. അതിനകത്ത് വെന്റിലേറ്റർ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നു. നിലവിൽ റോബിനെ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇതിനൊന്നും സമ്മതിക്കത്തില്ല. റോബിനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നാണെങ്കിലും അദ്ദേഹം കാണാതെ മറ്റു ഡോക്ടേഴ്സിനെ കൺവിൻസ് ചെയ്ത് നമ്മുടെ ഹീറോയിൻ റോബിനെ വീട്ടിലേക്ക് മാറ്റാൻ ശ്രമിച്ചു.
മെയിൻ ഡോക്ടർ ഇത് കണ്ടുപിടിച്ചു. പുള്ളിക്കാരൻ ആകെ അങ്ങ് ദേഷ്യപ്പെട്ടു. എന്നാൽ റോബിനാവട്ടെ ഇപ്പം തങ്ങളെ ഇവിടുന്ന് പോകാൻ അനുവദിച്ചില്ലെങ്കിൽ ഇത്രയും നാൾ ഈ ഡോക്ടർ തന്റെ സമ്മതമില്ലാതെ തന്നെ ഇവിടെ പിടിച്ചു വെച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുവാണെന്ന് പോലീസിനോട് പറയുമെന്ന് പറഞ്ഞു. നിങ്ങളെന്താ ഇങ്ങനെ ഒരു തമാശ പോലും പറയാൻ പറ്റാതെ? നിങ്ങൾക്ക് പോകണമെങ്കിൽ പൊക്കോ. വെറുതെ പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തി അവർ പിന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്റെ ഭാര്യനെ കാണാൻ പറ്റാതെ അവൾ വഴിയാധാരമായി. അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്ലീസ് ഗോ. ഇഷ്ടം പോലെ വീട്ടിൽ പോയി നിന്നു. 2 ആഴ്ച പോലും നീ ജീവിച്ചിരിക്കലാ. അങ്ങനെ ഡയാനയും പുള്ളിക്കാരുടെ സഹോദരങ്ങളും ഒക്കെ കൂടി റോബിനെ വീട്ടിലെത്തിച്ചു. ഇത്രയും നാൾക്കിടെ ഇപ്പോഴാണ് അവന്റെ മുഖം ഒന്ന് തെളിയുന്നത്, അവനൊന്ന് സന്തോഷമാവുന്നത്. അറ്റ്ലീസ്റ്റ് ഉയിരോടെ ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥമുണ്ടായി. ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടായി എന്ന് പറയാം. ഈ അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര ഒരു സമാധാനം. ഇത്രയും നാളുകൾക്കിടെ നമ്മുടെ റോബിൻ പ്രതീക്ഷ കൈവിട്ടപ്പോൾ പോലും ഡയാന അവനെ വിട്ടുകൊടുത്തിട്ടില്ല. എവറി ടൈം അവനെ ചേർത്ത് പിടിച്ചു. അവന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോൾ റോബിനോടൊപ്പം ഇങ്ങനെ ചേർന്ന് കിടക്കാൻ പറ്റിയപ്പോൾ അവൾക്കും ഒരുപാട് സന്തോഷം. അങ്ങനെ പോകെ ഒരു ദിവസം റോബിന്റെ മകൻ ജോനത്തൻ ഇവരുടെ നായയുടെ കൂടെ ഇങ്ങനെ വീടിനകത്ത് ഓടിക്കളിക്കുന്ന കൂട്ടത്തിൽ ഡോഗിന്റെ കാല് തട്ടി വെന്റിലേറ്ററിന്റെ പ്ലഗ് ഊരിപ്പോയി. റോബിന് ശ്വാസം വിടാൻ പറ്റുന്നില്ല. ഡയാനെ അടുത്തില്ലതാനും. ഉറക്കെ ഒന്ന് സംസാരിക്കാനോ ഒന്ന് വിളിച്ചു പറയാനോ പറ്റുന്നില്ല. ശ്വാസം കിട്ടാതെ കിടന്ന് പിടയാൻ തുടങ്ങി. ഇതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ തന്നെ തുടരുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് അവർ പറഞ്ഞിരുന്നത്. വീട്ടിലാവുമ്പോൾ എപ്പോഴും ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കുട്ടി ജോനത്തൻ ഇതൊന്നും അറിയില്ല. കൊച്ചിങ്ങനെ കളിച്ച് നേരെ അപ്പുറത്തെ റൂമിൽ ചെന്നു. അപ്പോൾ ഡയാന വന്നു. അച്ഛൻ എവിടെയെന്ന് കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ അവിടെ എന്നിങ്ങനെ കൈ ചൂണ്ടി കാണിച്ചു. അന്നേരം ഡയാനയ്ക്ക് അങ്ങോട്ട് വരാൻ തോന്നിയത് കൊണ്ട് മാത്രം നമ്മുടെ ഹീറോ രക്ഷപ്പെടുമായിരുന്നു. ഇനിയും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി നമ്മുടെ റോബിന്റെ തലയോട് ചേർത്ത് തന്നെ ഒരു ബെല്ല് കണക്ട് ചെയ്ത് വെച്ചു. ആൾക്ക് തല അനക്കാൻ പറ്റുന്നത് കൊണ്ട് എന്തെങ്കിലും മോശമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തല അനക്കി ആ ബെല്ലൊന്ന് റിങ് ചെയ്താൽ മതി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ജോനത്തൻ കൊച്ചിന്റെ സ്ട്രോളർ അങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നേ കണ്ടപ്പോൾ നമ്മുടെ റോബിന് ഒരു ഐഡിയ. ഉടനെ റോബിന്റെ ഫ്രണ്ട് ടെഡിയെ വിളിക്കാൻ പറഞ്ഞു. ടെഡി ആവട്ടെ ഒരു എഞ്ചിനീയർ ആണ്. മൈ ഡിയർ ഫ്രണ്ട്, എനിക്കിങ്ങനെ വീട്ടിലിരുന്ന് ബോറടിച്ചു. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് സഞ്ചരിക്കാൻ പാകത്തിന് ഒരു ചെയർ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ടെഡിക്കും അങ്ങ് സന്തോഷമായി. ഇത്രയും നാൾക്കിടെ തന്റെ ഫ്രണ്ട് തന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടല്ലോ. വളരെയധികം സന്തോഷത്തോടെ അവന്റെ കഴിവൊക്കെ യൂസ് ചെയ്ത് ടെഡി ഒരു അടിപൊളി ചെയർ ഉണ്ടാക്കി. റോബിനെ ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള റെസ്പിറേറ്ററി സിസ്റ്റം എല്ലാം പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് റോബിനെ എവിടെ വേണേലും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ, തള്ളിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു വെന്റിലേറ്റർ വീൽ ചെയർ തന്നെ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ഇതുകൊണ്ട് നേരെ റോബിൻ കിടന്ന ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെയുള്ള പേഷ്യൻസിനൊക്കെ ഇതൊക്കെ കാണിച്ചു കൊടുത്തു. ഡോക്ടർ പതിവുപോലെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇതുവരെ ആരും ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ ചിന്തിച്ച് ഇങ്ങനെ ഒരു സംഭവം ഇവർ ഉണ്ടാക്കിയെടുത്തല്ലോ. ശരീരം തളർന്നു പോയെന്ന് വെച്ച് ഹോസ്പിറ്റലിൽ ഒരു അടഞ്ഞ മുറിയിലിട്ട് അങ്ങനെ നരകിപ്പിക്കാതെ പുറത്തൊക്കെ പോകാൻ ഇങ്ങനെയൊരു സംഭവം കണ്ടുപിടിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചില്ലേ? അത് വലിയൊരു കാര്യമല്ലേ? അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമല്ലേ? നല്ല കാര്യം ചെയ്താലും മുതിർന്ന ഡോക്ടർ ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. പുള്ളിക്കാരന്റെ വിചാരം അങ്ങേർക്ക് എല്ലാ അറിവുമുണ്ട്, ഞാൻ എല്ലാത്തിനും മേലെ, അങ്ങനെ ഒരു കോമൺ തോട്ട് അവർക്കുണ്ടല്ലോ. എന്തൊക്കെയാണെങ്കിലും റോബിൻ കുറച്ചുകൂടെ ഹാപ്പിയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ജീവിതം പോകുന്നുണ്ടല്ലോ. പോകെ ഒരു ദിവസം നമ്മുടെ ജോനത്തൻ പഴയ ഒരു ആൽബം എടുത്തുകൊണ്ട് വന്ന് അതിൽ അച്ഛൻ്റെ ഫോട്ടോ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ നോക്ക് ഇത് അച്ഛൻ പണ്ട് പട്ടാളത്തിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഉള്ള ഫോട്ടോ ആണ്, പിന്നെ ഇത് ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ ഉള്ള ഫോട്ടോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം കേട്ട് ജോനത്തിന് ഒരേ ആഗ്രഹം, അച്ഛാ പ്ലീസ് എന്നെയും കൂടെ സൗത്ത് ആഫ്രിക്കയെ കൊണ്ടുപോവോ, എനിക്കും ആനയെ കാണണം. അത് കേൾക്കുന്ന റോബിന് വിഷമമാവുന്നുണ്ട്. ഇദ്ദേഹത്തിനും അങ്ങനെയൊക്കെ പോകണം, അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തെ കൊണ്ട് പറ്റാത്ത അവസ്ഥയാണല്ലോ. പ്ലീസ് അച്ഛാ, എനിക്കും അച്ഛൻ്റെ കൂടെ അവിടെ വരണം, അച്ഛൻ്റെ വീൽ ചെയർ ഞാൻ തള്ളിക്കോളാം. ഇതെല്ലാം കേൾക്കുമ്പോൾ റോബിനും ഒരുപാട് വിഷമമാവുന്നുണ്ട്. ഇദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പല സ്ഥലത്ത് പോകണം, അഡ്വഞ്ചേഴ്സിലൊക്കെ ഭാഗമാകണം, അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്നാൽ വിധി ഇദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചത് ഇതുപോലെ ഒരു അവസ്ഥയിലാണല്ലോ. മകനെയും കൊണ്ട് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ പോലും പോകാൻ പറ്റാതെ, ഒരു പാർക്കിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്ന ജോനത്തിനോടൊപ്പം ഇദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ. വാട്ട് ഓർ ഹാപ്പൻസ്, വേറെ ആരും കൂടെ ഇല്ലെങ്കിലും പുള്ളിക്കാരി അവന്റെ കൂടെ ഉണ്ടാവും. ഏത് സിറ്റുവേഷനിലും അവനോടൊപ്പം ഉണ്ടാവും. റോബിൻ വിഷമിക്കുന്നത് കണ്ട് അവൾക്കും സങ്കടമാകുന്നുണ്ട്. എന്നാലും ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെങ്കിലും എന്തെങ്കിലും ഒരു പോസിബിൾ ചാൻസ് ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട്. റോബിന്റെ ആഗ്രഹത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നവളല്ലേ ഡയാന. പുള്ളിക്കാരി ടെഡിയെ വിളിച്ച് ഇവന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ റോബിന് ട്രാവൽ ചെയ്യാൻ അനുയോജ്യമായ രീതിയിൽ ടെഡി വെഹിക്കിൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വണ്ടിയുടെ ഫ്രണ്ടിലെ ഒരു സീറ്റ് മുഴുവനായിട്ട് മാറ്റി നമ്മുടെ റോബിന് അവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം അറേഞ്ച് ചെയ്ത് ഒരുപാട് നാളിന് ശേഷം ട്രാവൽ ചെയ്ത് വളരെ സന്തോഷത്തോടെ കിട്ടുന്ന ആ ഒരു ചെറിയ മൊമെന്റ്സ് പോലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു. നമ്മുടെ ഹീറോയിൻ ഭയങ്കര ഹാപ്പിയാണ്. വേണമെന്ന് വെച്ചാൽ എന്തും പോസിബിൾ ആവും. അത് ചെയ്തെടുക്കാനുള്ള മനസ്സ് മാത്രമാണ് വേണ്ടത്. അതിനുവേണ്ടി എഫേർട്ട് ഇടുകയാണ് ചെയ്യേണ്ടത്. കണ്ടിന്യൂസ്ലി എഫേർട്ട് ഉണ്ടാവണം. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ അറ്റ് എ പോയിന്റ് ഏതെങ്കിലും തരത്തിൽ അത് റിസൾട്ടിലേക്ക് വഴിമാറും. ഓരോ കാര്യം നേടിയെടുക്കാനും നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടു, എത്രമാത്രം എഫേർട്ട് ഇട്ടു എന്നതിലല്ല കാര്യം. അതെങ്ങനെ റിസൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ നടന്നില്ല എന്ന് പറഞ്ഞ് ഡിപ്രസ്ഡ് ആവാൻ ആരെ കൊണ്ടും പറ്റും. ബട്ട് ദ തിങ് ഈസ് എത്രമാത്രം എഫേർട്ട് ഇട്ടു എന്നത് അളക്കാൻ ഒരു യൂണിറ്റ് ഇല്ല. എന്നാൽ കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് അത് കൺവേർട്ട് ചെയ്ത് റിസൾട്ട് ആക്കിയോ ഡെഫിനറ്റ്ലി റിസൾട്ട് കണ്ട് ഒരുപാട് പേര് നമ്മളെ ഫോളോ ചെയ്യും. അവിടെയാണ് നമ്മൾ ജയിക്കുന്നതും. ഒരുപാട് ആളുകൾ എഫേർട്ട് ഇട്ട് തോറ്റു കൊടുക്കുന്നിടത്ത് തോറ്റു കൊടുക്കാതെ, വിട്ടുകൊടുക്കാതെ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോയി അതെങ്ങനെയും റിസൾട്ടായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം. റോബിന്റെ ആഗ്രഹങ്ങളൊക്കെ പോസിബിൾ അല്ല, പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഡയാനെ കൊണ്ട് പറ്റും. ഒറ്റ വാക്കിൽ അവൾക്ക് അത്
അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അവളുടെ ആ ആത്മവിശ്വാസം ഉണ്ടല്ലോ, തന്റെ പാർട്ണർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ, അത് ചെയ്തെടുക്കാൻ തന്നെ കൊണ്ട് സാധിക്കും, അതിന് എഫേർട്ട് ഇട്ട് അത് റിസൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസം, അതാണ് ഏറ്റവും പ്രധാനം. റോബിന്റെ ലൈഫിൽ അദ്ദേഹം ജയിച്ച മൊമെന്റ് ഇവളെ കണ്ടുമുട്ടിയതും ഇവളെ ഇഷ്ടപ്പെട്ടതും ഇവളോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയതുമാണ്. അങ്ങനെ നാളുകൾ പോകുന്നു, മാസങ്ങൾ പോകുന്നു, വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലും മുടക്ക് വരുത്താതെ കൃത്യമായി ഡയാന എല്ലാം നോക്കി ചെയ്യുന്നുണ്ട്. ജോനത്തന്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ച് ബർത്ത്ഡേ പാർട്ടി നടത്തും. അതൊക്കെ റോബിന് ഒരുപാട് ഇഷ്ടമാണല്ലോ. ആളുടെ കഴുത്തിന് താഴേക്ക് ഒന്നും അനങ്ങത്തില്ല, മൊത്തം പാരലൈസ്ഡ് ആണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ്റെ അടുത്ത് പെണ്ണുങ്ങളൊക്കെ വന്ന് നിന്ന് കൂടി സംസാരിക്കുന്നൊന്നും ഇവൾക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പാവം റോബിൻ വീൽ ചെയറിൽ എവിടെ കൊണ്ടിരുത്തുന്നു അവിടുന്ന് പുള്ളിക്കാരന് സ്വയമേ അനങ്ങാൻ പോലും പറ്റില്ല. പാർട്ടിക്ക് വന്ന വിമൻ ഇവന്റെ അടുത്ത് വന്ന് ഇവനോട് സംസാരിച്ചതിന് ഡയാന അവനെ ടീസ് ചെയ്യുന്നുണ്ട്. നോർമലാണ്, വളരെ വളരെ നോർമലാണ്. അവൾ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. തളർന്നു കിടന്നിട്ട് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നു. ഇക്കണക്കിന് ഇവന് കയ്യും കാലും അനങ്ങും കൂടി ചെയ്യുമായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും സ്നേഹമുള്ളവളാ, ഇവനെ കാര്യമായിട്ട് നോക്കുന്നുണ്ടല്ലോ. ഈവൻ ദോ ഇവന് സ്പെയിനിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതുപോലും സമ്മതിക്കുന്നുണ്ട്. റോബിനെ വാഹനത്തിലിരുത്തി ആ വാഹനത്തോടെ കാർഗോ പ്ലെയിനിൽ കയറ്റി നേരെ സ്പെയിനിലെത്തി. അവിടെ ഇവർ ഹാപ്പി ആയിട്ട് ട്രിപ്പ് എൻജോയ് ചെയ്യുന്ന സമയത്താണ് വെന്റിലേറ്റർ കംപ്ലൈന്റ് ആവുന്നത്. പണിവാളി, ഇപ്പൊ ഇവര് നാട്ടിലല്ല, ഇങ്ങ് സ്പെയിനിലാണ്. വെന്റിലേറ്റർ ഇല്ലാതെ റോബിൻ അധികം നേരം ജീവനോട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ ആരോട് സഹായം ചോദിക്കാനാണ്? ഉടനടി വെന്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്തിരുന്ന ഹോസ് ഊരി മാറ്റി ഇവരുടെ കയ്യിലുള്ള ചെറിയൊരു ബാഗ് ഉണ്ട്, എയർ പമ്പ് ചെയ്യുന്ന ബാഗ്, അതിലേക്ക് കണക്ട് ചെയ്ത് അതിലിങ്ങനെ പ്രസ് ചെയ്താണ് റോബിന്റെ ജീവൻ പിടിച്ചു നിർത്തുന്നത്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ റോബിനെ ജീവനോടെ ഇതുപോലെ നിർത്തണമെന്നുണ്ടെങ്കിൽ 24 അവേഴ്സും ഈ ബാഗിൽ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടുത്തെ ഭാഷ പോലും മര്യാദക്ക് അറിയത്തില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വെന്റിലേറ്റർ ശരിയാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നേരം ആ പ്രദേശത്തൂടി പാസ് ചെയ്ത ഒരു സ്പാനിഷ് പുള്ളിക്കാരൻ ഇവരെ കണ്ട് കാറ് നിർത്തി. എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവരെ കൊണ്ട് പറ്റുന്ന പോലെ അദ്ദേഹത്തിന് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. ആൾക്കും വ്യക്തമായ സംഭവം മനസ്സിലായില്ലെങ്കിലും ഇവരെന്തോ കാര്യമായിട്ടുള്ള പ്രശ്നത്തിലാണെന്ന് മനസ്സിലായതുകൊണ്ട് ഇവരെ സഹായിക്കാൻ തയ്യാറായി. അങ്ങനെ ഉടനെ നാട്ടിലേക്ക് വിളിച്ച് നമ്മുടെ ടെഡിയെ ഇക്കാര്യം ഇൻഫോം ചെയ്തു. അദ്ദേഹം ഇനി ഫ്ലൈറ്റ് കയറി ഇവിടെ വരണം, എങ്കിലേ ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പുള്ളിക്കാരനും സ്പെയിനിലെത്തിയപ്പോൾ ദേ ഇവിടെ ഒരു പാർട്ടി. ഓ തന്നെ, ഈ വഴി വെച്ച് കണ്ട ആളുകളോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ഡയാനയും റോബിനും ഒക്കെ ഇവിടെ ചില്ല് ചെയ്തിരിക്കുമായിരുന്നു. മനുഷ്യർ എത്ര സില്ലിയാണെന്നുള്ളതാണ്. ഒരുത്തനിവിടെ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സിറ്റുവേഷനിലും ഇത്രയും ആളുകൾ ഒത്തുകൂടി വന്ന് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് കൂടുന്നില്ലേ, അതും അന്യനാട്ടിൽ വെച്ച്. ഏതായാലും ടെഡി ഇവിടെ എത്തി ഇവരുടെ ഈ പോർട്ടബിൾ വെന്റിലേറ്റർ ഒക്കെ സെറ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും സന്തോഷം. റോബിൻ ഇങ്ങനെ ഈ അവസ്ഥയിലായിട്ട് ഏതാണ്ട് 11 വർഷമായി. പണ്ട് ഇവന് രോഗം സ്ഥിരീകരിച്ച സമയത്ത് ഏതാനും മാസങ്ങൾ മാത്രമേ അവൻ ജീവനോടെ ഉണ്ടാവൂന്നാണ് അന്ന് ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവൻ ഇപ്പോഴും സർവൈവ് ചെയ്ത് മുന്നോട്ട് ജീവിക്കുന്നു. ശരിക്കും ശരീരം പാരലൈസായി ഇങ്ങനെ കിടന്നു പോകുന്നവർ പെട്ടെന്ന് മരണപ്പെടുന്നതിന്റെ വൺ ഓഫ് ദ റീസൺ അവർ മെന്റലി ആദ്യം അങ്ങ് മരിക്കുന്നതാണ്. അതായത് ചെറിയൊരു റൂമിനുള്ളിൽ ജീവിതം തള്ളി നീക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. ഒരു തരത്തിലുള്ള എക്സൈറ്റ്മെന്റും ഇല്ല, സന്തോഷമില്ല, അവരെ നോക്കാൻ ആളില്ല. വലിയ വലിയ സ്വപ്നങ്ങളുള്ളവരാണെങ്കിൽ പോലും അവരുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരു ചെറിയ റൂമിനുള്ളിലേക്കായി പോകുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ വീണു പോകുന്നവരെ കരകയറ്റി കൊണ്ടുവരിക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അത് ഒരുപാട് എഫേർട്ട് വേണ്ട, നമ്മുടെ ഡയാനയെ പോലെ ഒത്തിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് കൂടെയുള്ളത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ റോബിന് ഡയാനയെ കിട്ടിയ പോലെ അങ്ങനെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. അല്ലാത്ത പക്ഷം ഇങ്ങനെ ഈ അവസ്ഥയിൽ പെട്ടുപോകുന്നവരുടെ ജീവിതം നരകമാണ്. വർഷങ്ങളായി ഈ സിറ്റുവേഷനിലുള്ള റോബിന് തന്നെ പോലെയുള്ള മറ്റുള്ളവരുടെ അവസ്ഥയും നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടുന്ന ഈ സൗകര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കും തന്നെ പോലെയുള്ള മറ്റുള്ളവർക്കും നേടിക്കൊടുക്കാനായിട്ട് ഇവൻ ഒരു ഡോക്ടറിന്റെ സഹായത്തോടെ കുറേയധികം വീൽ ചെയർസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതുവരെ നമ്മുടെ റോബിൻ യൂസ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടി ഒരു അപ്ഡേറ്റഡ് വേർഷൻ, സെക്കൻഡ് വേർഷൻ. പാരലൈസ് ആയി കിടക്കുന്ന എല്ലാവർക്കും ഇതുപോലെ ചെയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫണ്ട് വേണം. അങ്ങനെ നമ്മുടെ റോബിനും ഡയാനയും ഫണ്ട് കണ്ടെത്താൻ പോയി. കുറേ അതോറിറ്റീസിനെയും വ്യക്തികളെയും ഒക്കെ മീറ്റ് ചെയ്ത് അങ്ങനെ പോയി ഒരുപാട് പേരോട് ഡിസ്കസ് ചെയ്ത് ഒടുക്കം ഒരു സ്ത്രീയിൽ നിന്ന് ആവശ്യത്തിനുള്ള ഫണ്ട് കിട്ടി. അവരുടെ സഹായത്തോടെ കുറേ ചെയറൊക്കെ ഉണ്ടാക്കി നമ്മുടെ റോബിൻ ലണ്ടനിൽ അഡ്മിറ്റായ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഇവന്റെ അതേ അവസ്ഥയിലുള്ള ആളുകൾക്കൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവർക്കും ഒരു പുതുജീവൻ കൊടുത്തു, അങ്ങനെ തന്നെ പറയാം. എല്ലാവർക്കും എന്താ സന്തോഷം. ഇത്രയും നാൾ ഒരു റൂമിനുള്ളിൽ അടഞ്ഞു കിടന്നിട്ട് അല്ലെങ്കിൽ ഒരു പെട്ടിക്കുള്ളിൽ ജീവിച്ചിട്ട് ഇപ്പോൾ പുറത്തു വരാൻ പറ്റിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം. ഇനിയും ഈ ഒരു ദൗത്യം തുടരണം, ഒരുപാട് ആളുകളെ സഹായിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ ഇവർ മുന്നോട്ട് പോവാണ്. ദെൻ അതിന്റെ ഭാഗമായിട്ട് ജർമ്മനിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ നടത്തുന്ന ഒരു വലിയ ഇവന്റിലേക്ക് നമ്മുടെ ഹീറോയെ ക്ഷണിക്കുന്നുണ്ട്. അവിടെ ആവട്ടെ ഇങ്ങനെ ഡിസബിലിറ്റീസ് ഉള്ള ആളുകളൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര അഡ്വാൻസ്ഡ് സെറ്റപ്പിലാണ്. അതായത് ഇവരെ മുഴുവൻ ഒരു പെട്ടിക്കുള്ളിൽ അടച്ചു വെച്ച് തല മാത്രം പുറത്തേക്ക് കാണുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുമായിട്ട് പരിപാലിക്കുന്നു എന്നിങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലിലുള്ളവർ പറയുന്നതെന്നുണ്ടെങ്കിലും ഇത് ശരിക്കും ഒരു തടവ് തന്നെയാണ്. ജയിലിൽ പിടിച്ചിട്ടിരിക്കണം അതിൽ ഇവരെ ഇങ്ങനെ പൂട്ടിയിട്ടേക്കുന്നു. ഇതിനെപ്പറ്റി നമ്മുടെ റോബിൻ ആ കോൺഫറൻസിലും പ്രത്യേകം പറയുന്നുണ്ട്. ഇവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ ഉണ്ടാക്കി ആളുകളെ അതിനുള്ളിൽ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അത് അവർക്ക് ഗുണമാണെന്നാണോ കരുതുന്നത്? ജീവൻ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും അവരെ കൊല്ലുന്നതിന് തുല്യമാണെന്നാണ് നമ്മുടെ ഹീറോ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സിറ്റുവേഷനിൽ താൻ പെട്ടുപോയ ആ സാഹചര്യങ്ങളിൽ, അന്ന് ഹോസ്പിറ്റലിനുള്ളിൽ ആ ചെറിയ റൂമിൽ പെട്ടുപോയ സാഹചര്യത്തിൽ മുന്നോട്ട് ജീവിക്കാനുള്ള ആഗ്രഹം തന്നെ നഷ്ടപ്പെട്ടു. എത്രയും വേഗം മരിച്ചാൽ മതി എന്നാണ് ചിന്തിച്ചത്. നിങ്ങൾ എത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചാലും പുതിയ മെഷീൻസ് ഉണ്ടാക്കിയാലും ഇതൊന്നും ഇവരെ ഹെൽപ്പ് ചെയ്യുവല്ല ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ മൊമെന്റും തങ്ങൾക്ക് ഇങ്ങനെ വന്നുപോയല്ലോ എന്നുള്ള ആ ഒരു നരകയാതനയിലേക്ക് അവരെ തള്ളിവിടുവാണ്. ഈ
കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് ഇത്രയൊക്കെ സർവൈവ് ചെയ്ത് ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, ഞാനെടുത്ത തീരുമാനങ്ങൾ. ആ തീരുമാനങ്ങൾക്ക് വേണ്ടി എന്നോടൊപ്പം ഉറച്ചു നിന്ന എൻ്റെ പാർട്ട്ണർ, ഒരിക്കൽ ജീവിതം തന്നെ വെറുത്ത് മരിക്കാൻ നിന്ന് എനിക്ക് വേണ്ട ധൈര്യം തന്ന് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എൻ്റെ ഡയാനയാണ്. അവളുടെ സ്നേഹമാണ് എൻ്റെ ധൈര്യം, അവളുടെ ആത്മവിശ്വാസമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അവളുടെ ജീവിതം തന്നെ എനിക്ക് വേണ്ടി മാറ്റിവെച്ചു. അതിന് പകരം കൊടുക്കാനും എനിക്കൊന്നുമില്ല. ഇവനീ പറയുന്നതൊക്കെ കേട്ട് കണ്ണ് നിറഞ്ഞ് അങ്ങനെ നോക്കി നിൽക്കുവാണ് നമ്മുടെ ഡയാന. എനിക്ക് നിങ്ങളോടെല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ പേഷ്യൻസിനെ ഇങ്ങനെ അടച്ചിട്ട് പൂട്ടിയിട്ട് ട്രീറ്റ് ചെയ്യരുത്. ഫിസിക്കൽ ഹെൽത്ത് പോലെ മെന്റൽ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അവരൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. അവർക്ക് വന്ന ഈ രോഗമോർത്ത് കാലാകാലങ്ങളോളം അങ്ങനെ നരകിച്ച് മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുത്. അവരെയും മനസ്സിലാക്കണം, അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം എന്നിങ്ങനെയൊക്കെ ഇവൻ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിച്ചപ്പോൾ വേദിയിലുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്യും. ഇതൊരു തുടക്കമാണ്, വലിയൊരു മാറ്റത്തിനുള്ള തുടക്കം. ഇത്രയും നാളും വെറും ബിസിനസ് ആയിട്ട് മാത്രം കണ്ടുകൊണ്ടിരുന്ന കാര്യത്തെ എല്ലാവരും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. രോഗികൾക്ക് അവർക്ക് ഫിസിക്കലി ഉണ്ടായ പ്രശ്നങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതിനൊപ്പം അവരുടെ മെന്റൽ ഹെൽത്തിനെ കൂടെ സീരിയസ് ആയിട്ട് എടുക്കാനും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനുമുള്ള ശ്രമങ്ങൾ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഒരു ദിവസം രാവിലെ നമ്മുടെ ഡയാന ജോനത്തിനെ വിളിക്കുന്നത് കേട്ട് പുള്ളിക്കാരൻ ഓടി വന്നപ്പോൾ റോബിൻ അദ്ദേഹത്തിന്റെ റൂമിൽ ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കണക്ട് ചെയ്തിരുന്ന ട്യൂബിന്റെ അവിടെ വലിയൊരു ലീക്ക്. ഹോസ്പിറ്റലിലെത്തി എല്ലാം ചെക്ക് ചെയ്ത് വന്നപ്പോഴാവട്ടെ ഇതിനി കൂടാൻ പോകുന്നതേ ഉള്ളൂ, ഈ പ്രശ്നം സീരിയസ് ആവത്തേ ഉള്ളൂ, ഇതിന്ന് രക്ഷയില്ല എന്നാണ് അറിയുന്നത്. ഇത്രയും നാൾ സർവൈവ് ചെയ്ത് ഇവിടെ വരെ എത്തി, ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റണമെന്നില്ല, മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പിച്ച് പറയാണ്. ഡയാനയ്ക്ക് ഒരുപാട് വിഷമമായി. ജോനത്തനാവട്ടെ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായത്തിലാണല്ലോ അവൻ. ഇത്രയും കാലം റോബിന് സർവൈവ് ചെയ്യാൻ പറ്റി. ഡയാനയുടെ കണ്ടിന്യൂസ് എഫേർട്ട്, അവളുടെ കഷ്ടപ്പാടുകളൊക്കെയാണ് റോബിനെ ഇവിടെ വരെ എത്തിച്ചതെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഇനി അങ്ങോട്ട് അവൻ്റെ സിറ്റുവേഷൻ കൂടുതൽ വേഴ്സ് ആവാൻ തുടങ്ങുകയാണ്. തുടർച്ചയായിട്ട് ബ്ലഡ് ലീക്സ് ഒക്കെ ഉണ്ടാവും. ഇനി കൂടുതലൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിറ്റുവേഷൻസ് എല്ലാം മനസ്സിലാക്കി ഇവിടെ കൊണ്ടെല്ലാം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് തീരുമാനിക്കുന്ന റോബിനും ആ ഒരു മേഴ്സി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഡയാനയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഇദ്ദേഹത്തെ ഇവിടെ വരെ എത്തിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അവൾക്കത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു ദിവസം മരിക്കും, അത് തീർച്ചയാണ്. എന്നാൽ ഇങ്ങനെ ഒരു വിധി വേണ്ട, ഇവരായിട്ട് അത് ചൂസ് ചെയ്യേണ്ടതെന്നാണ് അവൾ പറയുന്നത്. എന്നാൽ ജോനത്തൻ ഈ കാര്യം പ്രാക്ടിക്കലായിട്ട് തന്നെ ആവശ്യപ്പെട്ടു. ഒരുപാട് നാൾ ഇങ്ങനെ ബ്ലഡ് പോയി അങ്ങനെ കിടന്ന് മരിക്കാതെ അറ്റ്ലീസ്റ്റ് അവൻ ആഗ്രഹിക്കുന്ന പോലെ ഇത്രയും നാൾ നല്ല രീതിയിൽ ജീവിച്ചു, ഈ ഒരു സന്തോഷത്തോടെ തന്നെ അങ്ങ് മരിച്ചേക്കാം. മനസ്സാലെ എല്ലാ വിധിയും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി അവൻ ഉള്ളിൽ നിന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇവൾക്കും സമ്മതിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ആക്ച്വലി അവൾ സമ്മതിക്കുകയല്ല, അവൾക്ക് മറ്റൊരു ഓപ്ഷൻ ജോനത്തൻ കൊടുത്തില്ല. അങ്ങനെ ജോനത്തന്റെ സുഹൃത്ത് ഡോക്ടറിന്റെ സഹായത്തോടെ ഇല്ലീഗലായിട്ടുള്ള ഇക്കാര്യം ചെയ്യാവുന്ന തന്നെ അവർ തീരുമാനിച്ചു. മറ്റാരെയും ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കേണ്ട, പരമാവധി വളരെ കുറച്ച് ആളുകളെ മാത്രം അറിയിച്ചാൽ മതി. പുറത്തു വരുമ്പോൾ ഒരു സ്വാഭാവിക മരണം പോലെ ആയിരിക്കണം. അതിനു മുമ്പ് റോബിന്റെ സുഹൃത്തുക്കളെയും ഫാമിലിയെയും ഒക്കെ ഒന്നുകൂടി കാണണം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവരെയൊക്കെ ഒന്നുകൂടി കാണണമെന്നൊക്കെ തീരുമാനിച്ച് അതിനുവേണ്ടി ഒരു പാർട്ടിയൊക്കെ നടത്തി. വരാൻ പോകുന്ന വിധി അല്ലെങ്കിൽ ചൂസ് ചെയ്ത വിധി ഓർത്ത് ആള് ഭയങ്കര ഹാപ്പിയാണെന്ന് തന്നെ പറയാം. തന്നെ ഏറെ സ്നേഹിക്കുന്ന ഡയാനയ്ക്ക് വേണ്ടി, തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തന്റെ ഫാമിലിക്ക് വേണ്ടി തനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങനെ അങ്ങ് അവസാനിപ്പിക്കുക എന്നുള്ളതാണെന്ന് അവൻ കരുതുന്നു. ഒരിക്കൽ കൂടി സുഹൃത്തുക്കളെയും ഫാമിലിയെയും ഒക്കെ മീറ്റ് ചെയ്ത് സന്തോഷത്തോടെ എല്ലാവരോടും യാത്ര പറഞ്ഞു. ഈ യാത്ര പറച്ചിൽ എന്നേക്കുമായിട്ടുള്ള യാത്ര പറച്ചിലാണെന്ന് അറിയാവുന്ന വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഡയാനയും ജോനത്തനും ഡയാനയുടെ സഹോദരന്മാരും ഒക്കെ. ഡയാനയുടെ 2 സഹോദരന്മാരും അവസാനമായി ഇവന് വേണ്ടി ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. എല്ലാവരും ക്ലാപ്പൊക്കെ ചെയ്ത് അവരോടൊപ്പം ഒരുമിച്ച് പാടിയെങ്കിലും ആ ആൾക്കൂട്ട ബഹളത്തിനിടയിൽ നിന്ന് മാറി നിന്ന് ഡയാനയുടെ സഹോദരന്മാർ പൊട്ടിക്കരയുന്നുണ്ട്. പണ്ട് ഡയാന റോബിനെ ചൂസ് ചെയ്തപ്പോൾ അവളെ എതിർത്തവരാണ് ഇന്ന് അതേ റോബിന് വേണ്ടി ഇങ്ങനെ നിന്ന് കരയുന്നത്. റോബിൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഡയാനയോടും ജോനത്തനോടും കുറച്ചു നേരത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ആ സമയം ഇദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ ഡോക്ടർ വന്ന് മരുന്ന് ഇഞ്ചെക്ട് ചെയ്തു. ഡയാനയും ജോനത്തനും വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ റോബിൻ മരണത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. റോബിൻ ഹാപ്പിയാണ്. അവൻ ചിരിച്ചുകൊണ്ടാണ് ഇവരോട് സംസാരിക്കുന്നത്. താൻ ചൂസ് ചെയ്ത് ഈ തീരുമാനം ശരിയാണെന്ന വ്യക്തമായ ബോധമുണ്ട് അവന്. ജോനത്തനെ വിളിച്ച്, നീ നല്ലൊരു മകനാണ്, ഇനി അങ്ങോട്ട് അമ്മയെ നന്നായിട്ട് നോക്കണം, ഇത്രയും കാലം നല്ല മകനായിട്ട് നീ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, ഇനിയും നിന്റെ അമ്മയുടെ കൂടെ അതുപോലെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ജോനത്തനും ഏറെ സങ്കടത്തോടെ അച്ഛനോട് യാത്ര പറഞ്ഞ് അദ്ദേഹത്തിന് അവസാനമായ ഒരു ഉമ്മ കൊടുത്തു. ദെൻ ഡയാനയെ വിളിച്ച്, മൈ ഡിയർ, നീ ആഗ്രഹിച്ച ഒരു ലൈഫ് നിനക്ക് തരാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ഇത് കേട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് അവളെ ചൂസ് ചെയ്തതിന് റോബിനോട് അവൾ നന്ദി പറയും. അത്രമാത്രം അവൾ ഇവനെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ ഏതവസ്ഥയിലും ഇദ്ദേഹത്തെ കൈവിടാതെ കൂടെ പിടിച്ച് നടത്തിയില്ലേ. അത്രമേൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിഞ്ഞ സന്തോഷത്തിൽ ഇവരോടൊപ്പം ആ ഒരു നല്ല നിമിഷങ്ങളൊക്കെ ഓർത്ത് റോബിൻ യാത്രയായി. ഈ കഥയിൽ പറഞ്ഞ യഥാർത്ഥ റോബിനെയും ഡയാനയും ഒക്കെ കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ, വിട്ടുകൊടുക്കാത്ത ആ ഒരു മൈൻഡ് സെറ്റ്, എന്തിനും ഏതിനും കൂടെ ഉറച്ചു നിന്ന അദ്ദേഹത്തിന്റെ പ്രിയതമ ഡയാന, ഇവരൊക്കെ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്. റോബിന്റെ തീരുമാനങ്ങളും ഡയാനയുടെ എഫേർട്സും അവർക്ക് മാത്രമല്ല ഗുണമായത്, ഇതേ അവസ്ഥയിലുള്ള ലോകമെമ്പാടുമുള്ള ഒരുപാട് ആളുകൾക്ക് ഇവർ കാരണം ഗുണമുണ്ടായി. റോബിൻ മരണപ്പെടുമ്പോൾ ഈ ഒരു രോഗം ബാധിച്ചതിൽ ഏറെക്കാലം ജീവനോടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹമായിരുന്നു. അക്കാലത്ത് അതൊരു മെഡിക്കൽ മിറാക്കിളായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. പല കാരണങ്ങളാൽ ഡിസേബിൾഡ് ആയിപ്പോയ ആയിരക്കണക്കിന്
ആളുകളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. വലിയൊരു മാറ്റത്തിന് തന്നെയാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. പിന്നെ നമ്മുടെ ഡയാന, പുള്ളിക്കാരി വേറെ വിവാഹമൊന്നും ചെയ്തില്ല. ജോനത്തിന് 3 മക്കളാണ്. തന്റെ 3 കൊച്ചുമക്കളെ നോക്കി സന്തോഷമായിട്ട് പുള്ളിക്കാരിയും ജീവിച്ചു തീർത്തു. ആൻഡ് ഫൈനലി നമ്മുടെ ജോനത്തൻ ഫിലിം പ്രൊഡ്യൂസറായി കുറേയേറെ സിനിമകൾ നിർമ്മിച്ചു. ഈ സിനിമ ഉൾപ്പെടെ തന്റെ അച്ഛന്റെയും അമ്മയുടെയും ജീവിതം ഇങ്ങനെ മനോഹരമായി എടുത്തു വെച്ചു. ആ കാലത്തും ഈ കാലത്തും ഇവരുടെ സ്റ്റോറി ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ലൈഫിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏതൊക്കെ തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പെട്ടുപോയാലും മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാനും ഏതൊരു സാഹചര്യത്തെയും മാറ്റിമറിക്കാനും പ്രചോദനമേകുന്നൊരു സിനിമ. ഒന്നാലോചിച്ചാൽ ലൈഫ് വളരെ ചെറുതാണ്. ഈ ചെറിയ ജീവിതത്തിനുള്ളിൽ സന്തോഷവും ഉണ്ടാവും, സങ്കടവും ഉണ്ടാവും. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെ പാസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും മുന്നോട്ട് ജീവിക്കാൻ, മുന്നോട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ആ ഒരു ശ്രമങ്ങൾ തന്നെയാണ് ലൈഫിനെ അർത്ഥവത്താക്കുന്നത്. മരണശേഷം എന്ത് എന്ന് ചിന്തിച്ച് ആ ഒരു ലൈഫിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിൽക്കാതെ ജീവനോടെ ഉള്ള സമയം നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. മരണശേഷം ഒന്നുമില്ല, നത്തിങ്, ഇറ്റ്സ് ഓവർ. ആരും ആരെയും കൊണ്ടുതരാനൊന്നും പോകുന്നില്ല. അതല്ല, ഇതാണ് ഇപ്പോൾ കൺമുന്നിൽ കാണാനും അനുഭവിക്കാനും പറ്റുന്ന ഇതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കി ജീവിക്കുക. ബി ഹാപ്പി, നല്ല കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുക, നല്ല കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക. ഡയാനയെ പോലെ ഒരു പാർട്ട്ണറെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കുന്നതിനൊപ്പം ഡയാനയെ പോലെ ഒരു പാർട്ട്ണറായി മാറാനും ശ്രമിക്കുക. അവളെ പോലെ സ്നേഹിക്കാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം കാണിച്ചാൽ ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും. അങ്ങനെ ആവട്ടെ. ആൻഡ് വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇന്ന് ഈ ഒരു ദിവസം എത്രമാത്രം ഹാപ്പിയാണോ, എത്രമാത്രം സന്തോഷത്തിലാണോ, അതിനേക്കാളും അടിപൊളിയായിട്ട് ലൈഫ് ലോങ് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. അതിനെന്താ ചെയ്യേണ്ടത്? ഫിലിം ഫ്ലക്സ് സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല കാര്യങ്ങളൊക്കെ കമന്റ്സിലൂടെ ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഉപകാരമാവട്ടെ. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായിട്ട് കാണാം. ടേക്ക് കെയർ.